അള്ളാനെ മനസ്സിലാക്കുക എന്നൊരു അനുഭവം ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ബാക്കിയൊക്കെ. ആ ദുആ, അതാണ് ദുആ എന്നത് അവസാനമുള്ളൊരു അഭയമൊന്നുമല്ല, കൂടെയുള്ള അഭയമാണ്. ആവശ്യം വരുമ്പോൾ മാത്രമുള്ള വിളിയൊന്നുമല്ല, അല്ലാത്തപ്പോഴുള്ളൊരു വിളിയാണത്. സങ്കടങ്ങളിൽ മാത്രമുള്ളൊരു വിളിയല്ലത്, സന്തോഷങ്ങളിലും അയാൾ വിളിച്ചുകൊണ്ടിരിക്കും. ആ ദുആ അയാളുടെ കൂട്ടുകാരനായിട്ട് മാറുന്നു. സൂറത്തുൽ ആദിയാത്ത് ഇങ്ങനെ ഓതുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പിടയും. ഖുർആനിൻ്റെ മാധുര്യം എന്ന് പറഞ്ഞല്ലോ, ചിലപ്പോൾ ഖുർആൻ മധുരമല്ല, പേടിപ്പെടുത്തും. നിങ്ങൾക്ക് താക്കീതായും സന്തോഷ വാർത്തയായുമാണ് ഈ ഗ്രന്ഥം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് താക്കീതാണ്. സുബഹ് നിസ്കാരത്തിന് ഉണരാത്ത ഒരാൾ സൂറത്തുൽ ആദിയാത്ത് പാരായണം ചെയ്യുമ്പോൾ അയാൾക്കത് പേടിപ്പെടുത്തുന്നൊരു അനുഭവമായിരിക്കും. എന്താ ഖുർആൻ അതിൽ പറയുന്നത്? ഒരു പാവം കുതിരയെക്കുറിച്ചാണ് പറയുന്നത്. ബുദ്ധിയോ വിവേകമോ ഇല്ലാത്ത, യജമാനനെ അനുസരിക്കാൻ മാത്രം കഴിയുന്ന ഒരു കുതിര. ആ കുതിരയെക്കുറിച്ച് പറയാണ്, അത് സുബ്ഹ് നേരത്ത് ഉണരുന്നു, സുബ്ഹ് നേരത്ത് പൊടിപാറിച്ചുകൊണ്ട് ഓടുന്നു. ഫൽ മുഗീറാത്തി സുബ്ഹ. സുബ്ഹ് നേരത്ത് പൊടി പാറണം എന്നുണ്ടെങ്കിൽ അത്രയും വേഗതയിൽ ഈ കുതിര ഓടണം. കാരണം സുബ്ഹ് നേരത്ത് എല്ലാം അടങ്ങിക്കിടക്കുന്ന ഒരു സമയമാണ്. അത്രയും വേഗതയിൽ ഈ കുതിര ഓടുന്നത് ആർക്ക് വേണ്ടിയാ? വെള്ളം തരുന്ന, അന്നം തരുന്ന യജമാനന് വേണ്ടിയിട്ടാണ്. ആ യജമാനന് വേണ്ടിയിട്ട്. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? യുദ്ധക്കളത്തിലേക്കാണ് പോകുന്നത്. തിരിച്ചു വരുമോ എന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത, തല പോകുന്ന യുദ്ധക്കളത്തിലേക്ക് ചെന്നിട്ട് ശത്രുക്കളുടെ നടുവിൽ പോയി നിൽക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ എന്താ പറയുന്നത്? പിന്നെ ആ കുതിരയുടെ കഥയല്ല പറയുന്നത്. പിന്നെ പറയുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ്. കുതിര അതിൻ്റെ റബ്ബിനോട്, അതിൻ്റെ രക്ഷിതാവിനോട്, അതിൻ്റെ യജമാനനോട് കാണിക്കുന്ന നന്ദിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഖുർആൻ പറയാം, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂദ്. മനുഷ്യനുണ്ടല്ലോ, അവൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. വേറൊന്നും ഖുർആനോട് പറഞ്ഞില്ല. സുബ്ഹ് നേരത്ത് യജമാനന് വേണ്ടി ഉണരുന്ന ഒരു കുതിരയുടെ കഥ പറഞ്ഞിട്ട് ഖുർആൻ പറയാണ് മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന് പറഞ്ഞാൽ എന്താ? അതേ സുബ്ഹ് നേരത്ത് ഇതേ മനുഷ്യന്റെ യജമാനൻ, അവൻ അന്നം നൽകുന്ന, വെള്ളം നൽകുന്ന, ജീവവായു നൽകുന്ന, അവന് സൗകര്യങ്ങൾ നൽകിയ, സുഖങ്ങൾ നൽകിയ, കിടന്നുറങ്ങാൻ കിടപ്പാടം നൽകിയ, വെയിൽ കൊള്ളാതെ കിടന്നുറങ്ങാൻ വീട് നൽകിയ, മഴ കൊള്ളാതെ കിടന്നുറങ്ങാൻ മേൽക്കൂര നൽകിയ അവൻ്റെ രക്ഷിതാവിന് വേണ്ടി ആ നേരത്ത് ഉണരാൻ അവനോട് അവൻ്റെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട്. അവനിതുവരെ ഒന്നില്ല. ലിഹബ്ബിൽ ഖൈരി ലശദീദ്. കുറച്ച് പണം കിട്ടാനായിരുന്നു അപ്പോൾ ഉണരാൻ പറഞ്ഞെങ്കിൽ ഒരു സംശയമല്ല, അവൻ അന്ന് രാത്രി ഉറങ്ങുന്നില്ല. നമുക്ക് സംശയമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളാലോചിച്ചോ, അള്ളാഹുവിനോട് ഒരാൾക്ക് ഏറ്റവും നല്ല ബന്ധം, ആത്മബന്ധം ഉണ്ടാക്കാൻ അള്ളാഹു ഓരോ ദിവസവും ഒരു പ്രത്യേക സമയത്തെക്കുറിച്ച് പറഞ്ഞു തന്നുണ്ട്. ഏതാണ് ആ സമയം? രാത്രിയുടെ അന്ത്യയാമം. ആ സമയത്ത് എനിക്കെന്താണ് പണി? ഞാൻ നിങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല. എനിക്കെന്താ പണി? ഏറ്റവും പ്രീഷ്യസായൊരു സമയം, അള്ളാഹുവിന് നമ്മളോട് ഏറ്റവും അടുപ്പം തോന്നുന്ന ഒരു സമയം. എന്നോട് എന്താണോ എൻ്റെ അടിമ ആ നേരത്ത് ചോദിക്കുന്നത്, ഞാനവന് കൊടുക്കും. എന്നോട് അവൻ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് ഉണർന്ന് അവൻ എന്നോട് തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ അവന് വാരിക്കോരിയത് കൊടുക്കും. അവൻ എന്നോട് എന്താണോ ആവശ്യപ്പെടുന്നത്, ഞാൻ അവനത് ചൊരിഞ്ഞു കൊടുക്കും. ഹദീസാണത്. ഇമാം തിർമിദി ഉദ്ധരിച്ചൊരു ഹദീസ്. അത്രയും വിലപിടിപ്പുള്ളൊരു സമയം നമ്മുടെ ദിവസത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലും അല്ല തരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ? ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചാൽ മതി, നിങ്ങൾ നിങ്ങളെക്കുറിച്ചും ആലോചിച്ചാൽ മതി. എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പേര് പുലർക്കാല യാമങ്ങളിൽ നിന്നാണ്. ഈ പുസ്തകത്തിൽ മുഴുവനായും പറയുന്നത് അള്ളാഹുവിനോട് ഒരാൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആത്മബന്ധത്തെക്കുറിച്ചാണ്. അതിന് അദ്ദേഹം പേരിട്ടത് പുലർക്കാല യാമങ്ങളിൽ. ആ നേരമാണ് അള്ളാഹുവിനോട് ഒരാൾക്ക് ഏറ്റവും നല്ല ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സമയമാണ്. ഇംഗ്ലീഷിലിറങ്ങിയ ഒരു പുസ്തകമാണിത്. ഇൻ ദ ഏർലി അവേഴ്സ്, അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. മലയാളത്തിലെത്തിയ പുസ്തകം.
എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ നേരത്തും അള്ളാഹിനോടുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധം എങ്ങാനും ഒരാൾക്ക് നേടാൻ കഴിഞ്ഞാൽ, ആ ആത്മബന്ധത്തിൻ്റെ സൗഭാഗ്യം എങ്ങാനും ഒരാൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ, പിന്നെ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. പ്രാർത്ഥന കൊണ്ട് അയാൾ അനുഭവിക്കുന്ന ഒരു അഭയമുണ്ട്. അത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. അനുഭവസ്ഥരിങ്ങനെ പറയണത്. കാരണം കൂടെയുള്ള ഒരാളാണ് തിരിച്ചറിയണേ. പിന്നെ നമ്മൾ ഒറ്റക്കാവോ? കൂടെ ഉള്ള ഒരാളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റക്കാവോ? ജീവനാഡിയേക്കാൾ അടുത്തിരിക്കുന്ന ഒരാളെ ഒരാൾക്ക് മനസ്സിലാകുമ്പോൾ, ഉണ്ട് എന്നാണ് തിരിച്ചറിയുമ്പോൾ, പിന്നെ അയാൾക്ക് എവിടെ പേടി? ഒരു പേടിയുണ്ടാവില്ല. പ്രാർത്ഥനയുടെ അഭയം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ബഖറ നമ്മൾ പല പ്രാവശ്യം ഓതുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സൂറത്താണ്. ആ സൂറത്തിൽ ഒരു താലൂത്തിൻ്റെ കഥ പറയുന്നുണ്ടല്ലോ. ആ കഥ പറയുന്ന ഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞു തരുന്ന ഒരു സംഭവമുണ്ട്. ഫലം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫലമ്മ ഫസ്വല താലൂത്തു ബിൽ ജുനൂദ്. സൈന്യവുമായി താലൂത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു അവരോട്, ഇന്നല്ലാഹ മുബ്തലീക്കും ബിനഹരിൻ, അള്ളാഹു നമ്മുടെ വഴിയിൽ, നമ്മുടെ യാത്രക്കിടയിൽ ഒരു പുഴ കൊണ്ട് നമ്മളെ പരീക്ഷിക്കാനിരിക്കുന്നുണ്ട്. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, ആരെങ്കിലും ആ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അവൻ പിന്നെ എൻ്റെ സംഘത്തിൽ നിന്ന് പുറത്താകും, എൻ്റെ കൂടെ പിന്നെ അവൻ ഉണ്ടാവില്ല. വമല്ലം യത്അംഹു ഫഇന്നഹു മിന്നി, ആരാണോ ആ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കാത്തത് അവർ പിന്നെയും എൻ്റെ കൂടെ ഉണ്ടാവും. എന്നാൽ ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫതൻ ബിയദിഹി, ഒരു കൈക്കുമ്പിൾ വേണമെങ്കിൽ കുടിക്കാം, അത്രേ അനുവാദമുള്ളൂ, അതിലേറെ കുടിക്കരുത്. ഇതാണ് നിർദ്ദേശം. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീല ഇല്ലാ ഖലീലം മിൻഹു, എല്ലാവരും കുടിച്ചു, വളരെ കുറച്ച് ആളുകൾ കുടിച്ചില്ല. അങ്ങനെ പറഞ്ഞത്, എല്ലാവരും കുടിച്ചു, വളരെ കുറച്ച് ആളുകൾ ഒഴികെ. എന്നിട്ട് പിന്നെ പറയുന്നത് ഫലമ്മ ജാവസഹു ഹുവ വല്ലദീന ആമനൂ മഅഹു ഖാലു ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദിഹി ഖാലല്ലദീന യظنون അന്നഹും മുലാഖുല്ലാഹ് കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറ ബിഇذനില്ലാഹ് വല്ലാഹു മഅസ്സാബിരീൻ വല്ലാഹു മഅസ്സാബിരീൻ. ആ വെള്ളം കുടിക്കാതെ നിന്ന ആളുകളുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ മനസ്സിനെ കൺട്രോൾ ചെയ്ത ആളുകൾ, ആ ഒരു ചെറിയ സൈന്യവുമായി താലൂത്ത് പോവുകയും യുദ്ധത്തിൽ വിജയിക്കുകയും വലിയ ഒരു സൈന്യത്തെ അവർക്ക് തോൽപ്പിക്കാൻ കഴിയുകയും ചെയ്തു എന്നാണ് പിന്നീട് ഖുർആൻ അത് വിശദീകരിച്ചു തരുന്നത്. എന്തിനാണ് ഈ കഥ പറഞ്ഞത്? ഒരു പുഴയുണ്ട് വരാൻ, ആ പുഴയിൽ നിന്ന് ആരും വെള്ളം കുടിക്കരുത്, ആരെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ, ഒരു കുമ്പിളിലധികം കുടിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ എൻ്റെ കൂടെ ഉണ്ടാകില്ല, എൻ്റെ സൈന്യത്തിൽ നിന്ന് പുറത്താകും. അങ്ങനെ മിക്കവാറും ആളുകൾ കുടിച്ചു, വളരെ കുറച്ച് ആളുകൾ കുടിച്ചില്ല. ആ കുടിക്കാത്ത ആളുകളുമായി ആണ് പിന്നെ സൈന്യം മുന്നോട്ട് പോകുന്നത്. അവർ വലിയൊരു സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു. എന്തിനാണ് ഈ കഥ നമുക്ക് ഖുർആൻ പറഞ്ഞിരുന്നത്? വളരെ വ്യക്തമാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് എവിടെയും വിജയം ഉണ്ടാവും. അതിന് കഴിയാത്ത ഒരാൾ ജീവിതത്തിൽ തപ്പിത്തടഞ്ഞുകൊണ്ടേയിരിക്കും. അയാൾ ജീവിതത്തിൽ അവിടെ ഇവിടെ ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അയാൾ ഒന്നും ആകൂല, എവിടെ എത്തൂല. അയാൾ വിശപ്പ് കൊണ്ട് ചുണ്ടുണങ്ങിയിട്ടുണ്ട്, വിശപ്പ് കൊണ്ട് ശരീരം വല്ലാതെ വെള്ളം ആഗ്രഹിച്ച് തുടിച്ചപ്പോഴും മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു കുമ്പിൾ വെള്ളം കൊണ്ട് ദാഹം അവസാനിപ്പിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് അതിലേറെ വലിയ പരീക്ഷണങ്ങൾ നേരിടാനുള്ള കരുത്തുണ്ട്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ വിജയമുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് വിജയം കിട്ടൂല എന്ന് അത് പറഞ്ഞു തരാനാണ് ഖുർആൻ നമുക്കത് പറഞ്ഞു തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ ഈമാനിനനുസരിച്ചൊന്ന് പരുവപ്പെടുത്താൻ കഴിഞ്ഞാൽ ജീവിതം സാർത്ഥകമാകും. അവിടെയാണ് ആ ഈമാൻ ശരിക്കും നമ്മളെ സ്വാധീനിക്കേണ്ടത്. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും രാഷ്ട്രീയ ബന്ധങ്ങളിലും
കുടുംബ ബന്ധങ്ങളിലും ഇണയോടൊത്തുള്ള ജീവിതത്തിലും മക്കളെ വളർത്തുന്നതിലും സാമ്പത്തിക ജീവിതത്തിലും കണ്ണിലും കാതിലും കരളിലും കാശിലും പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈമാൻ എത്തണം. അതാണത്. ഇന്ന് ആ ഒരു സ്ഥാനത്തേക്ക് പല ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് എങ്ങനെയാണ് ഈമാനിനെ അനുഭവിക്കാൻ കഴിയുക? ഇപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിലുള്ളൊരു സാധനം, ഒരു വെള്ളക്കുപ്പി, ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ 2 മാർഗമുണ്ട്. ഒന്നുകിൽ എൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചിട്ട് വാങ്ങാം, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഇക്കിളിപ്പെടുത്തിയാൽ മതി, അത് വീണു പോകും. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അതെടുത്തിട്ട് കൊണ്ടുപോകാം, ഓടിപ്പോകാം. ഇതാണ് ഇന്ന് ചെയ്യുന്നത്. ഏറ്റവും വിലപ്പെട്ടൊരു സംഗതി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അത് നമ്മുടെ ഈമാനാണ്. ആ ഈമാൻ നമുക്ക് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ടല്ല, നമ്മളെ കരയിപ്പിച്ചുകൊണ്ടോ വേദനപ്പെടുത്തിക്കൊണ്ടോ അല്ല, നമ്മളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടാണ്, നമ്മളെ സുഖിപ്പിച്ചുകൊണ്ടാണ്. ഒട്ടും വേദനിപ്പിക്കാതെ സുഖങ്ങളിൽ അങ്ങോട്ട് അമർത്തിയിട്ട് അവർ കൊണ്ടുപോകുന്ന എന്താണ്? നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ കേൾക്കുന്ന കേൾവികൾ, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ, അവരൊക്കെ നമ്മളെ സുഖിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള നമ്മുടെ ഈമാനിനെയാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത്. അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് മനസ്സിനെ തന്നെയാണ്. തിരിച്ചു പിടിക്കുക. ഇന്നലെ ഉള്ള പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു സൂചന, എന്താണ് ഈമാൻ? അത് വിശ്വാസമല്ലത്. വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിച്ചു പറയാനുള്ള, നമുക്ക് ചർച്ച ചെയ്യാനുള്ള, സംസാരിക്കാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യം അതാണ്. അത് വിശ്വാസമല്ല. വിശ്വാസം എന്നൊരു അർത്ഥം അതിനുണ്ടാകാം, പക്ഷെ നമുക്കത് വേണ്ട. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണക്ഷൻ എന്നാണ് അർത്ഥം. പക്ഷെ ഖുർആൻ ഇറങ്ങിയപ്പോൾ എന്താണ് അർത്ഥം? മാറിയില്ലേ? സക്കാത്ത് എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ ഇറങ്ങിയപ്പോൾ മാറിയില്ലേ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ എയിം എന്നാണ്, ഉന്നം, ലക്ഷ്യം. ഖുർആൻ ഇറങ്ങിയപ്പോൾ മാറിയില്ലേ? എങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നൊരു അർത്ഥം ഉണ്ടാകും, പക്ഷെ അതല്ല ഖുർആൻ ഉദ്ദേശിക്കുന്ന ഒരു ഈമാൻ. അതല്ല, വിശ്വാസമല്ല. നൂഹ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്, വമാലക്കും, എന്താ മനുഷ്യരെ നിങ്ങൾക്ക് പറ്റിയത്? ലാ തർജൂന ലില്ലാഹി വഖാറ, ലാ തർജൂന ലില്ലാഹി വഖാറ. എന്താണ് നിങ്ങൾ അള്ളാഹുവിനൊരു വഖാറത്ത് കൊടുക്കാത്തത്? അതാണ് ചോദ്യം. എന്താ വഖാറത്ത്? വിശ്വാസ. വഖാറത്ത് എന്ന് പറഞ്ഞാൽ പരിഭാഷപ്പെടുത്താൻ പ്രയാസമുള്ളൊരു പദമാണത്. ഒരു ഗൗരവമാണ്, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ജാഗ്രതയാണത്. നമ്മുടെ കണ്ണിനും നമ്മുടെ നാവിനും നമ്മുടെ മനസ്സിനും ലഭിക്കുന്ന ഒരു ജാഗ്രതയാണത്, ഒരു പേടിയാണത്. അങ്ങനെയൊക്കെയാണ് അത് വഖാറത്തിൻ്റെ അർത്ഥം. ഈമാനിനെ വിശദീകരിച്ച റസൂലുള്ളാഹി പറഞ്ഞു, മാ വഖറ ഫിൽ ഖൽബ്, അത് കൽബിലുണ്ടാകുന്ന ഒരു വഖാറത്ത്, കൽബിലുണ്ടാകുന്ന ഒരു ജാഗ്രത, അതാണ് ഈമാൻ. റസൂലുള്ളാഹി വിശദീകരിച്ചതാ. നൂഹ് നബി അലൈഹി സ്വലാം സമൂഹത്തോട് പറഞ്ഞത്, വമാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. റസൂലുള്ളാഹി ഈമാനിനെ വിശദീകരിച്ചത് മാ വഖറ ഫിൽ ഖൽബ്. ബാക്കി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ആ വഖാറത്താണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത്. ഈമാനൽ വിശ്വാസം എന്നൊരർത്ഥത്തിനേക്കാൾ ഉപരിയായിട്ട് വഖാറത്ത് എന്നൊരാശയത്തിലേക്ക് അതങ്ങോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ വല്ലാത്തൊരു അനുഭവം എടുക്കും. അത് ഉറപ്പ് എന്നൊരു ആ അർത്ഥത്തിൽ ഈമാനിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടൊന്ന് നിസ്കരിച്ചു നോക്കുക, വല്ലാത്തൊരു നിസ്കാരം ഇരിക്കും. അത് ഉറപ്പ് എന്നൊരർത്ഥത്തിൽ ഈമാനിനെ മനസ്സിലാക്കിയിട്ട് ഒന്ന് പ്രവർത്തിച്ചു നോക്കുക, നമ്മൾ വല്ലാത്തൊരു പ്രവർത്തനം ഇരിക്കും. അത് ഭൗതികമായ ഒരു പ്രലോഭനവും നമ്മളെ സ്വാധീനിക്കൂല. ഒരാൾ ചിരിച്ചോ എന്നോ, ഒരാൾ നമ്മളെ അംഗീകരിച്ചോ എന്നോ, ഒരാൾ അഭിനന്ദിച്ചോ എന്നോ, ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞോ എന്നോ, ശകാരിച്ചെന്നോ, അപമാനിച്ചുവെന്നോ നമുക്ക് സങ്കടം തോന്നുന്നതൊന്നും സങ്കടങ്ങളല്ല എന്ന് നമുക്ക് തിരിച്ചറിയും. ആ വെളിച്ചെടുത്തുമ്പോൾ വഖാറത്തിൻ്റെ ഒരു വെളിച്ചമുണ്ട്. ഈമാനിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നൊരു വെളിച്ചം, മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്ന ഒരു തിളക്കം. ആ തിളക്കമാണത്, ഈമാനിൻ്റെ ഒരു തിളക്കം. അതാണ് പ്രവാചകന്മാരുടെ കഥകൾ പറയുന്നതിലൂടെ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നതാണ്. പ്രവാചകന്മാരുടെ കഥകൾ പ്രവാചകന്മാരുടെ കൂടെ ഉള്ളവരുടെ കഥകൾ പറയുന്നതിലൂടെ, സംഭവങ്ങൾ പറയുന്നതിലൂടെ ഖുർആൻ നമുക്ക് പറയുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാം ആലോചിച്ചു നോക്കൂ, എന്തായിരുന്നു ആ ഈമാൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സങ്കടങ്ങൾ വരുമ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം ശാരീരികം,
മാനസികം, കുടുംബപരം, സാമ്പത്തികം, സാമൂഹികം, എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളുടെയും നടുക്കളത്തിൽ നിന്നുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് വിളിച്ചു പറഞ്ഞത്, വ അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. സങ്കടങ്ങളിലാണ് ഇത് പറഞ്ഞത്, കണ്ണീര് കൊണ്ട് കുതിർന്നപ്പോഴാണ് ഇത് പറഞ്ഞത്, വേദന കൊണ്ട് പുളഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. അങ്ങനെ പറയാൻ ഒരാൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലാണ് പതിയണം ആ ഈമാൻ, വേര് പിടിക്കണം ആ ഈമാൻ. സന്തോഷങ്ങളിലല്ല പറഞ്ഞത്. 7000 ആടുമാടുകളും 700 കോവർ കഴുതകളും 300 അടിമകളും 7 ആൺമക്കളും 3 പെൺമക്കളും, ആ നാട്ടിലെ ഏറ്റവും അതിസമ്പന്നനായ ഒരാളാണ് ഇയ്യോബ് എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഖുർആനിലും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഒക്കെ നഷ്ടപ്പെടുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ വലിയ രോഗങ്ങളും വന്നു. എന്തായിരിക്കും ആ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഖുർആൻ പറയാണ്, ആ വേദനകളിൽ നിന്നുകൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പറയാണ്, വ അന്നീ മസ്സനിയൽ ദുർറു, എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല, ഉണ്ടായിട്ടുണ്ട്, നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വ അൻത, എന്നാലും എൻ്റെ റബ്ബേ നീ അർഹമുർ റാഹിമീൻ, കാരുണ്യവാനാണ് എന്നല്ല, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ്. എന്താണത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം എന്തിനാ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്? ഈമാൻ എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു തരാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ആദർശം, വിശ്വാസം, മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പുസ്തകങ്ങളിലുള്ള കാര്യമാണ്. അത് അവിടെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് കാണണം. അങ്ങനെ കണ്ട ചില ആളുകളെ കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞു തരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതം പറഞ്ഞു തരുന്നത് അതിനാ. ആദർശം എന്നൊരു കാര്യം ഒരു മനുഷ്യനെ എത്ര സ്വാധീനിക്കും എന്ന് പറഞ്ഞു തരാണ്. 70 വയസ്സ് പിന്നിട്ടിട്ടാണ് ഇസ്മായിൽ എന്ന കുട്ടി ഉണ്ടായതെന്നാണ് പല ഗ്രന്ഥങ്ങളിൽ നിന്നും കാണുന്നത്. ബൈബിളും അങ്ങനെ പറയുന്നുണ്ട്. 70 വയസ്സ് പിന്നിട്ടിട്ട്. എന്നിട്ട് അല്ലാഹ് എന്താ ചെയ്തത്? ഇബ്രാഹിം നബി കുട്ടി ഉണ്ടായി എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കിട്ടിയോ? ആ കുട്ടിയെ കിട്ടിയോ? കുട്ടിയെ കിട്ടിയില്ല. കുട്ടി ഉണ്ടായ ഉടനെ അള്ളാഹു പറഞ്ഞത്, ആ കുട്ടിയെ കൊഞ്ചാൻ നിൽക്കണ്ട, ആ കുട്ടിയുടെ കൗതുകങ്ങൾ കാണാൻ നിൽക്കണ്ട ഇബ്രാഹിം, മക്കയിൽ കൊണ്ടുപോയിട്. അലുശോകങ്ങൾ. ഭാര്യ പ്രസവിച്ച ഉടനെ ഗൾഫിലേക്ക് വന്ന ഒരാളോട് ചോദിച്ചാൽ മതി ആ വേദന എത്ര ഇരിക്കുന്നു, ആ സങ്കടങ്ങളുടെ നെരിപ്പോട് എത്ര ഇരിക്കുന്നു, ആ കുട്ടിയെക്കുറിച്ചുള്ള കൗതുകവും ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള വിഷമവും എത്ര വലുതായിരിക്കുന്നു. അതാണ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഉപ്പിയും മകനും തമ്മിലുള്ള ബന്ധമല്ല ഇസ്മായിൽ നബി ഇബ്രാഹിം നബി തമ്മിലുള്ളത്. അതിരില്ലാത്ത സ്നേഹമുള്ള ഒരു വാപ്പ ആ കുട്ടിയോട്. എന്നാൽ ആ കുട്ടി വാപ്പയിൽ നിന്ന് അകലെയാണ്, അപ്പോൾ സ്നേഹം കൂടുകയാണ്. ആ കൂടിയ സ്നേഹം നിറഞ്ഞ ആ വാപ്പയോടാണ് അല്ലാഹ് പറയുന്നത്, ഇനി ആ കുട്ടിയെ അറുക്കുന്ന്. വെറുതെ പറയല്ല, കൂട്ടത്തിലുള്ളൊരു കുട്ടിയെ അറുക്കാനല്ല പറഞ്ഞത്, കൂടെ ഉള്ള ഒരു കുട്ടിയെ അറുക്കാനല്ല പറഞ്ഞത്. കൂടെ ഇല്ലാത്ത മകൻ, ആ മകനോടുള്ള സ്നേഹം പെരുകിയ ഒരു വാപ്പനോട് പറയാണ്, ഇനി ആ കുഞ്ഞിനെ അറുക്കുമെന്ന്. കഴിയോ? ഈ പ്രവാചകത്വത്തിൻ്റെ ഭാരം കൊണ്ടുപോക്കോ, എനിക്കിത് വേണ്ട എന്ന് വേണമെങ്കിൽ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈമാനിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു അനുഭവം കൊണ്ട് ഏത് പരീക്ഷണവും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കരുത്. ഇസ്മായിൽ എന്ന കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെക്കുന്ന വാപ്പയെ ഒരു മനസ്സിലിങ്ങനെ ആലോചിച്ച് നോക്കുന്നത്. അതാണ് സൊബർ എന്ന് പറഞ്ഞാൽ. ശരിക്കും സൊബർ ഇങ്ങനെ പറഞ്ഞുതരാം നമുക്ക്. എന്താണ് സൊബർ? സൊബറിനെ കുറിച്ച് പറയാതെ സൊബറിനെ കുറിച്ച് പറഞ്ഞുതരാണ്. സൊബർ എന്നൊരു വാക്ക് പറയാതെ എന്താണ് സൊബർ എന്നിങ്ങനെ വരച്ച് കാണിച്ചു തരാണ് ഖുർആൻ. എന്താ സൊബർ? സൊബർ എന്ന് പറഞ്ഞാൽ ക്ഷമയൊന്നുമല്ല. സൊബർ എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ പേഴ്സണാലിറ്റിയാണത്. ഒരു മുസ്ലിമിൻ്റെ പേഴ്സണാലിറ്റിയാണ് സൊബർ. അത് വിഷമം ഉണ്ടാകുമ്പോൾ, സങ്കടം ഉണ്ടാകുമ്പോൾ, രോഗം ഉണ്ടാകുമ്പോൾ ഒരു സൊബറൊന്നുമല്ല, എല്ലാ സമയത്തും ഉണ്ട് സൊബർ. സൊബർ ഇല്ലെങ്കിൽ ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്കൊരാളെ ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്കൊരാളെ മനസ്സിലാവില്ല, പോരായ്മകളോടുകൂടി ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നാൽ സൊബറുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിന് വല്ലാത്തൊരു വിശാലതയായിരിക്കും. അയാൾക്ക് ആരെയും ഉൾക്കൊള്ളാൻ കഴിയും. ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളിലും വരാനിരിക്കുന്ന പ്രതീക്ഷയുടെ നാമ്പുകളെ അയാൾ സ്വപ്നം കാണും. അതാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം.
ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാമൊക്കെ അറിയാം അള്ളാഹു എന്തോ ഒരു നന്മ വിചാരിച്ചിട്ടുണ്ട് എന്ന്. ഉണ്ടായിരുന്നില്ലേ? ലോകത്തേതൊരു വാപ്പയ്ക്കും സ്വന്തം മകനെ കൊണ്ട് ഉപകാരപ്പെടുന്നതിനേക്കാൾ ആ മകനെ ആ വാപ്പയ്ക്ക് ഉപകാരപ്പെട്ടു. അതാണ് പിന്നീടുള്ള ചരിത്രം. വാപ്പയ്ക്ക് മാത്രമോ? ഒരു വലിയ സമൂഹത്തിന് തന്നെ. അതാണ് സബർ എന്ന് പറഞ്ഞാൽ, വരാനിരിക്കുന്നൊരു നന്മയെ പ്രതീക്ഷിക്കലാണ് സബർ. ഇപ്പം നമ്മളൊരു മരണ വീട്ടിലേക്ക് ചെല്ലാണ്, അല്ലെങ്കിൽ നാട്ടിലൊരാൾ മരിച്ചു, ഇവിടെ ഉള്ള ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് അയാളോട് പറയേണ്ടത്? അയാൾ കരഞ്ഞിരിക്കുന്നുണ്ടാവും. എന്താണ് അയാളുടെ തോളിൽ കൈ വെച്ചിട്ട് നമ്മൾ പറയേണ്ടത്? കരയല്ലേന്നാ? ഒരിക്കലും അയാൾക്ക് അതിന് ആശ്വാസമാവില്ല. അതേസമയം മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവിനോട് നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ ചെന്നിട്ടൊന്ന് പറഞ്ഞു നോക്കൂ, എനിക്ക് അല്ല തരാത്ത ഒരനുഗ്രഹം നിനക്ക് അല്ല തരുന്നുണ്ട്, അതിനുവേണ്ടി നിനക്ക് തന്നൊരു പരീക്ഷണമാണിത്. എനിക്ക് പഠിച്ചവനത് തന്നിട്ടില്ല, നിനക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ ഒരനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അല്ല നിനക്ക് തന്നൊരു പരീക്ഷണ. എന്തിനാണ് നീ പേടിക്കുന്നത്? ആശ്വാസമായിരിക്കും അയാൾക്ക്. വരാനിരിക്കുന്നൊരു നന്മയെ പ്രതീക്ഷിക്കലാണ് സബർ. എന്തോ ഒരു നന്മ ഇന്ന് കിട്ടണമെന്നില്ല, നാളെ കിട്ടണമെന്നില്ല, ഈ ലോകത്തിന് ഇന്ന് കിട്ടണമെന്നില്ല, പക്ഷേ അള്ളാഹ് അതുകൊണ്ടൊരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ ഒരു വിചാരമാണ് സബർ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് വജസാഹും ബിമാ സ്വബറു ജന്നതൻ വഹരീറ. ഒരു കവിത പോലെ മനോഹരമായ ഒരു വചനമാണ് സൂറത്തു ദഹ്റിലെ സൂറത്തുൽ ഇൻസാനിലെ ഒരു വചനം. വജസാഹും ബിമാ സ്വബറു, സബർ കാണിച്ചവർക്കുള്ള പ്രതിഫലം ജന്നതൻ വഹരീറ, നല്ല പട്ടുടുപ്പുകളും പൂന്തോപ്പുകളുമാണ്. നല്ല പട്ടുടയാടകളും പൂന്തോപ്പുകളുമാണ് സബർ കാണിച്ചവർക്കുള്ള പ്രതിഫലം. അതാണ് സബർ. അപ്പം അങ്ങനെ മനസ്സിനെ ഒരാൾ സ്വന്തം അധീനത്തിലേക്ക് കൊണ്ടുവരലാണ്. ഈമാനിൻ്റെ ഒരു കരുത്ത് കൊണ്ട് മനസ്സിനെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയലാണ് സബർ. ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റാണത്, ആ സബറുള്ളൊരു മനസ്സ്. അത് സങ്കടത്തിൽ മാത്രമാണോ? സന്തോഷത്തിലില്ലേ? അത് സന്തോഷത്തിലുണ്ട്. സന്തോഷത്തിലാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടി വരിക. കാരണം നമ്മുടെ ഒരു സന്തോഷം കൊണ്ട് അള്ളാഹിനോടുള്ളൊരു ബന്ധം നമുക്ക് നഷ്ടപ്പെടാതിരിക്കുക. അതിന് സബർ വേണ്ടേ? സങ്കടങ്ങൾ മാത്രമാണോ പരീക്ഷണം? സന്തോഷങ്ങൾ അതിലേറെ വലിയ പരീക്ഷണമാണ്. കാരണം സന്തോഷങ്ങളാണ് പലപ്പോഴും അള്ളാഹിനോടുള്ള ബന്ധത്തെ നമുക്ക് നഷ്ടപ്പെടുത്തിയത്, നമ്മുടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തിയത്, ജമാഅത്തുകളിൽ നിന്ന് നമ്മൾ അകന്നു നിന്നത്, അള്ളാഹിനെ ഓർക്കേണ്ടതിന് പകരം പലതും ഓർമ്മയിലേക്ക് കൂട് കെട്ടിയത് നമ്മുടെ സന്തോഷങ്ങൾ കാരണമാണ്. എങ്കിൽ നമ്മുടെ സന്തോഷങ്ങൾക്കോ നമ്മുടെ സങ്കടങ്ങൾക്കോ അറുത്ത് മാറ്റാൻ കഴിയാത്ത ഒരു ബന്ധം നമുക്ക് നമ്മുടെ അള്ളാഹുവിനോട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം. നമ്മുടെ സങ്കടങ്ങൾക്കോ നമ്മുടെ സന്തോഷങ്ങൾക്കോ അറുത്ത് മാറ്റാൻ കഴിയാത്ത, തകർക്കാൻ കഴിയാത്ത ഒരു ബന്ധം, സുദൃഢമായ ഒരു ആത്മബന്ധം ഞാൻ എൻ്റെ നാഥനോട് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് നമ്മുടെ നാഥനോട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയത് നമ്മുടെ ഏതെങ്കിലും ഒരു സുഖേരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞിരുന്നുണ്ടത്. 8 കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഇണ, നമ്മുടെ കച്ചവടം, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, സന്തോഷകരമായി കിടന്നുറങ്ങുന്ന ഭവനം നഷ്ടം വരുമോ എന്ന് പേടിക്കുന്ന നമ്മുടെ കച്ചവടം, ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ പറഞ്ഞത്. 8 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് എന്താ ഖുർആൻ പറയുന്നത്? ഇതിലേതെങ്കിലും ഒന്നാണോ അതോ അള്ളാഹുവാണോ നിങ്ങൾക്ക് ഏറ്റവും വലുതെന്ന് ചോദിക്കുന്നുണ്ട്. ആയിരിക്കും, ഒരു സംശയമില്ല. ഒരു നല്ല കാര്യം ഇന്നല്ല നാളെ ആക്കാം, മറ്റന്നാളാക്കാം, അടുത്ത നോമ്പിനാക്കാം എന്ന് വിചാരിച്ച് ഞാൻ നീട്ടിവെച്ചത് എൻ്റെ ഈ 8-ലേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഒരു ജമാഅത്ത് നിസ്കാരം എനിക്ക് വൈകാൻ കാരണം ഈ 8-ലേതെങ്കിലും ഒന്നുകൊണ്ടായിരിക്കും. ഒരു സംശയമില്ല അതിൽ. സബർ എന്ന പദം വിശുദ്ധ ഖുർആൻ 93 ആയത്തുകളിൽ 103 പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. സബർ വ്യത്യസ്തങ്ങളാണത്. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബർ എന്ന് പറഞ്ഞുണ്ട്. വൽ അസ്ർ എന്ന് തുടങ്ങുന്ന അധ്യായം എന്താണ് അവിടെ പറഞ്ഞത്? വതവാസൗ ബിൽ ഹഖ്, സത്യം പരസ്പരം വസിയത്ത് ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അല്ലാഹ് പറയാം
വതവാസൗ ബിസ്സുബ്ർ. അയാൾ സുബ്റിനെ കുറിച്ചും പറയേണ്ടി വരും. വിളിച്ചോരെ തന്നെ പിന്നെയും വിളിക്കേണ്ടി വരും. പറഞ്ഞത് തന്നെ അയാൾക്ക് വീണ്ടും പറയേണ്ടി വരും. പറഞ്ഞവരോട് തന്നെ പറയേണ്ടി വരും. പിന്നെയും പിന്നെയും ചെന്ന് ഫ്ലാറ്റുകളിൽ അയാൾ കയറിയിറങ്ങേണ്ടി വരും. വിളിച്ചവരെ വീണ്ടും വീണ്ടും അയാൾക്ക് വിളിക്കേണ്ടി വരും. സത്യം പറയണമെന്നുണ്ടെങ്കിൽ, സത്യത്തിലേക്ക് ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ, വെളിച്ചം പ്രസരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ സുബ്ർ കാണിച്ചേ മതിയാകുമെന്ന്. ആ സുബ്റാണ് അയാൾക്ക് പ്രതീക്ഷയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സുബ്ർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വരാനിരിക്കുന്നൊരു നന്മയെ പ്രതീക്ഷിക്കലാണ്. ഇത് അള്ളാഹുവിൽ ഈമാനില്ലാത്ത ഒരാൾക്ക് കിട്ടൂല, ഒരിക്കലും അയാളത് അനുഭവിക്കില്ല.